ആയിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ നേതാക്കന്മാർ പറഞ്ഞു. നമ്മൾ ഇവിടുത്തെ ആളുകൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വീട് നമ്മൾ യാഥാർത്ഥ്യമാക്കുമെന്ന് പറയുകയുണ്ടായി. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം 51 വീടുകൾ യാഥാർത്ഥ്യമായി അവർക്ക് ചാവി കൊടുക്കുന്നത്. ചാവി കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവരോട് പറഞ്ഞു, നിങ്ങളൊന്നും കൊണ്ട് പ്രയാസപ്പെടണ്ട, കേവലം ഒരു സ്ട്രക്ചർ മാത്രമല്ല, കേവലം അവിടെ ഒരു വീടിന്റെ ഒരു രൂപം മാത്രമല്ല നൽകുന്നത്. ആ വീട്ടിലേക്ക് ഒരു കുടുംബം വന്നിട്ട് കയറുമ്പോ എന്തൊക്കെ വേണം, ആ വീട്ടിലേക്ക് വന്നിട്ട് കയറുമ്പോൾ അവർക്ക് വെള്ളം വേണം, അത് റെഡിയാണ്. കറന്റിന്റെ കണക്ഷൻ അത് റെഡിയാണ്. ഫർണിച്ചറുകൾ, കട്ടില, അവർക്ക് വേണ്ട പാത്രങ്ങൾ, അവർക്ക് വേണ്ട സാധനങ്ങൾ. ആ വീട്ടിൽ വന്ന് താമസിക്കുമ്പോ ആ വീട്ടിലേക്ക് ഇനി എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടോ എന്നുള്ളത് കൊണ്ടുവരണമല്ലോ എന്ന് ആലോചിച്ച് ആ വീട്ടുകാർ പ്രയാസപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ആ വീട്ടിൽ വേണ്ട ഫർണിച്ചറും പാത്രങ്ങളും സാധനങ്ങളും എല്ലാം കൊടുത്തിട്ടാണ് അവരുടെ കയ്യിലേക്ക് താക്കോല് കൊടുക്കുന്നത്. താക്കോല് കൊടുക്കുന്ന കർമ്മം വിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിൽ നോമ്പ് നോറ്റ ശരീരവുമായിട്ട് വയനാട്ടിലെ ചുരം കയറിക്കൊണ്ട് പോയവര്, ആ സംഭവത്ത് അവിടേക്ക് എത്തുന്നവര് പറഞ്ഞു, ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരിക്കുകയാണ്. എങ്ങനെ ഇവരൊക്കെ അവിടെ ഒരുമിച്ച് കൂടും എന്ന് കരുതിയ ആളുകളുണ്ടായിരുന്നു. വരുന്ന ആളുകൾക്ക് നോമ്പ് തുറക്കാൻ എന്ത് ചെയ്യുമെന്ന് കരുതിയ ആളുകളുണ്ടായിരുന്നു. പക്ഷെ വൈറ്റ് ഗാർഡിന്റെ വളണ്ടിയർമാർ അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. വന്ന ആളുകൾക്ക് നോമ്പ്